നമസ്കാരം. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റായ നിസാറിന്റെ വിക്ഷേപണം ഇന്ന് നടത്തിയിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:45 നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അഥവാ നിസാർ ഉപകരണം വിക്ഷേപിച്ചത്. ഏത് കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സൂക്ഷ്മമായ ഭൗമ നിരീക്ഷണം സാധ്യമാക്കാൻ ഉപകരണത്തിന് കഴിയും. ഭൂമിയിലെ ചെറിയ കാര്യങ്ങളെപ്പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ISROയുടെ വിക്ഷേപണ വാഹനം നിസാർ ഉപഗ്രഹത്തെ 743 കിലോമീറ്റർ അകലെ 98.40 ചരിവുള്ള സൂര്യ സിൻക്രണസ് ഭ്രമണപഥത്തിലേക്ക് കടത്തിവിടും. ഉരുൾപൊട്ടൽ, കാട്ടുതീ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, മഞ്ഞുരുകൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ മുതൽ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അറിയാനും അവയെക്കുറിച്ച് പഠിക്കാനും നിസാർ വഴി സാധിക്കും. ഇതുവഴി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നിർണ്ണയിക്കാനും ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളെ നിരീക്ഷിക്കാനും ഉപകരണത്തിന് കഴിയും. മാത്രമല്ല, നിസാർ ഉപകരണത്തിലെ വിവരങ്ങൾ പിന്നീട് ഉപകാരപ്പെടും. രാത്രിയായാലും പകലായാലും മേഘാവൃതമായ കാലാവസ്ഥ ആണെങ്കിൽ പോലും കൃത്യമായ ഡേറ്റകൾ രേഖപ്പെടുത്താൻ നിസാറിലെ റഡാറുകൾക്ക് സാധിക്കും. 12 ദിവസം കൊണ്ട് ഭൂമിയെ പരിക്രമണം ചെയ്യാനാകുമെന്നാണ് നിസാർ ഉപഗ്രഹം. കൂടാതെ ഓരോ 12 ദിവസത്തിലും ഭൂമിയുടെ കരയുടെയും മഞ്ഞുപാളികളുടെയും വിവരങ്ങൾ തരും. പ്രകൃതി ദുരന്തം, കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനും ഇത് വളരെ ഗുണം ചെയ്യും. ഇസ്രോയും നാസയും ഏറ്റെടുത്ത ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ പദ്ധതിയാണ് നിസാർ. $1.5 ബില്യൺ ഇതിന്റെ ചെലവ്. നാസ നിർമ്മിച്ച L ബാൻഡ്, ഇസ്രോ നിർമ്മിച്ച S ബാൻഡ് എന്നിങ്ങനെ 2 ഫ്രീക്വൻസിയിലുള്ള ഒരു ജോഡി റഡാറുകളാണ് ഈ ഉപഗ്രഹത്തിലുള്ളത്. ഇവ ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തെ മുഴുവനായും സ്കാൻ ചെയ്യാനാകും. ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ദൗത്യമാണിത്. 24 സെന്റിമീറ്റർ തരംഗ ദൈർഘ്യമുള്ളതാണ് നാസ വികസിപ്പിച്ച L ബാൻഡ്. ലാൻഡഡ് കേപ്പ് ടോപ്പോഗ്രഫിയിലും ഇടതൂർന്ന വനങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ അതെല്ലാം തന്നെ നിരീക്ഷിക്കുന്നതിനും ഇത് ഫലപ്രദമാണ്. 12 സെന്റിമീറ്റർ തരംഗ ദൈർഘ്യമുള്ളതാണ് ISRO വികസിപ്പിച്ചെടുത്ത S ബാൻഡ്. ഇത് മണ്ണിലെ ഈർപ്പം, ചെറിയ സസ്യജാലകങ്ങൾ ഉള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അയണോഫെറിക് പ്രശ്നങ്ങൾ കുറവുള്ള ധ്രുവ പ്രദേശങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതിന് കൂടുതൽ അനുയോജ്യമാണ്. സെന്റിമീറ്ററിൽ രേഖപ്പെടുത്തുന്ന ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും അളക്കാൻ ഇതിന് കഴിയും. ന്യൂസ് ഡെസ്ക് തത്വമയി TV.